യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 69 സങ്കീർത്തനം 16 തിരുവചനം. കർത്താവേ, എനിക്കുത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തായിരുന്നാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം, സ്നേഹനിധിയായ നമ്മുടെ പിതാവ്, നിങ്ങൾക്കുത്തരമരുളും. യേശുക്രിസ്തു കരുണാസമ്പന്നനാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. അവൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ ബലികഴിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചതാണ്. പാപത്തിൽ മുങ്ങിയിരുന്ന നമ്മളെ അതിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ സ്നേഹനിധിയായ ഈശോ തൻ്റെ ജീവൻ തന്നെ ബലി കൊടുത്തതാണ്. ആ ഈശോയുടെ മുന്നിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത്. ആ ഈശോയുടെ മുന്നിലാണ് നമ്മൾ നമ്മുടെ വേദനകൾ സമർപ്പിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. സ്നേഹനിധിയായ ദൈവം തന്നെയായ ഈശോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് സമൃദ്ധമായിട്ട് തരും. അവൻ കരുണാസമ്പന്നനാണ്. ഇന്ന് നിങ്ങളെ കടാക്ഷിക്കുക തന്നെ ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും ദൈവം അവരെ എല്ലാവരെയും ഈശോയുടേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മാറുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹത്തോടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ ഈശോ ഒരുക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ ഈശോയുടെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.